ഒരു ക്ഷേത്രമുറ്റത്ത് നിന്നാൽ ഒരേ സമയം 3 ജില്ലകൾ കാണാൻ സാധിക്കും. കോട്ടയം ജില്ലയിലെ കൂരോപ്പട മാതൃമലയാണ് ആ ക്ഷേത്രം. ഇടുക്കി ജില്ലയും കോട്ടയം ജില്ലയും ആലപ്പുഴ ജില്ലയുമാണ് ഈ ക്ഷേത്ര പരിസരത്ത് നിന്നാൽ ഒരേപോലെ തന്നെ കാണാൻ സാധിക്കുന്നത്. വളരെ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം. ഇവിടെ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഒരു അനുഭവം അത് പറഞ്ഞറിയിക്കുന്നതിലുമൊക്കെ ഒരുപാട് അപ്പുറമാണ്. ശരിക്കും മാതൃമല എന്ന് പറയുന്ന സ്ഥലം കൂരോപ്പട പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. കോട്ടയത്തു നിന്ന് ഏതാണ്ട് 18 കിലോമീറ്റർ കിഴക്കോട്ട് മാറിയാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നാൽ ഏതാണ്ട് 3 ജില്ലകൾ, ആലപ്പുഴ വിളക്കുമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. പിന്നെ അസ്തമയവും ഉദയവും ഒക്കെ കാണുന്നതിൽ വളരെ താല്പര്യമുള്ള സ്ഥലമാണ്. എല്ലാവരും എത്താറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്താറുണ്ട്. ഇടുക്കി, കോട്ടയം ടൗണിൻ്റെ കുറേ ഭാഗങ്ങൾ, ആലപ്പുഴ ജില്ലയുടെ കുറേ ഭാഗങ്ങൾ, ഇതൊക്കെ അവിടെ നിന്നാൽ കാണുവാനായിട്ട് സാധിക്കും. വളരെ പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശമാണ്. വലിയൊരു കുന്നിൻ്റെ മുകളാണ്. മുമ്പ് അവിടെ വയർലെസ് സ്റ്റേഷനൊക്കെ പ്രവർത്തിച്ചിരുന്നതാണ്. എത്താറുണ്ട്, ആളുകൾ എത്താറുണ്ട്. ഒരു പിൽഗ്രിം ടൂറിസം എന്നുള്ള നിലയ്ക്ക്, കാരണം ക്ഷേത്രമൊക്കെ അവിടെ അടുത്തുള്ളതുകൊണ്ട് ആ ഒരു കണക്കൂട്ടലിലാണ് ആൾക്കാർ അവിടെ എത്താറുള്ളത്. ക്ഷേത്ര ദർശനവും കൂടെ ഉദ്ദേശിച്ചാണ് വരാറുള്ളത്. ഒരു വളരെ സുന്ദരമായൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. ശ്രീ രാജരാജേശ്വരി ക്ഷേത്രമാണ് അവിടെ ഉള്ളത്. നിത്യപൂജയുണ്ട്, രാവിലെയും വൈകുന്നേരവും പൂജ നടക്കാറുണ്ട്. വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്ര സങ്കേതമായിരുന്നു അത്. കാലക്രമേണ നിത്യപൂജയൊക്കെ നിന്നുപോയി. അത് കഴിഞ്ഞൊരു 1967 കൂടിയാണ് വീണ്ടും പൂജയും കാര്യങ്ങളുമൊക്കെ പുനരാരംഭിച്ചത്. പറഞ്ഞു കേട്ടുള്ള അറിവുണ്ട്, 100 വർഷങ്ങൾക്കൊക്കെ മുമ്പ് തൊട്ട് തന്നെ സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠ അവിടെ ഉണ്ടായിരുന്നു. അതായത് ലോകമാതാക്കളായ 7 മാതാക്കളെ, വൈഷ്ണവി തുടങ്ങി ബ്രാഹ്മണി എന്ന് തുടങ്ങിയുള്ള 7 മാതാക്കളെയും അവിടെ ഒരേ ശിലയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് പൂജ നടന്നിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ചില കെടുതികൾ വരുന്ന സമയത്ത്, വലിയ വരൾച്ചയൊക്കെ വരുന്ന സമയത്ത് അവിടെ കരിക്കഭിഷേകമൊക്കെ നടത്തി ഈ സപ്തമാതൃക്കളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഭക്തജനങ്ങൾ അതിൽ നിന്ന് മോചനം നേടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ കാലങ്ങളോളം വളരെ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ കാലക്രമേണ അത് നിന്നുപോയി. 1967 അത് വീണ്ടും അത് പുനരുജ്ജീവിപ്പിച്ചു വന്നു. വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇപ്പം രാജരാജേശ്വരി പ്രതിഷ്ഠയുണ്ട് പ്രധാനമായിട്ട്. അവിടെ വൃശ്ചിക മാസത്തിൽ പൊങ്കാല നടക്കാറുണ്ട്. കാർത്തിക പൊങ്കാലയാണ് നടക്കാറുള്ളത്. അവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് വിഗ്രഹ ദർശന ദിവസമായ മീനമാസത്തിലെ 3-ാം വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ മീനമാസത്തിലെ മകയിരം നക്ഷത്രവുമാണ് തിരുവുത്സവമായിട്ട് ആഘോഷിക്കുന്നത്. ഉടമസ്ഥാവകാശം ഇപ്പോൾ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് ആ ക്ഷേത്രം. ആ സമിതിയുടെ ഉടമസ്ഥതയിലാണ്. പ്രാദേശികമായിട്ട് എടുത്തിരിക്കുന്ന കമ്മിറ്റിയാണ് ഭരണവും ക്ഷേത്രഭരണവും ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ക്ഷേത്ര കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇപ്പോൾ അവിടെ ഒരു ബഹുനില മന്ദിരം ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിട്ട് തന്നെ പണി തീർത്തിട്ടുണ്ട്. ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങി 9:30 വരെയാണ്. വൈകുന്നേരം 5:30 ആകുമ്പോൾ തുറക്കും. ഒരു 7:30 വരെ ഉണ്ടാവും. ദൂരസ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരാറുണ്ട്. വന്നാൽ ക്ഷേത്ര ദർശനമൊന്നും മാത്രമല്ല, ആ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും അവിടെ കുറേ സമയം ചിലവഴിക്കാനും നല്ല അന്തരീക്ഷമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല ശുദ്ധമായ വായു. പലരും ആ ഒരു കണക്കൂട്ടലിൽ ക്ഷേത്രം അടച്ചിരിക്കുന്ന സമയത്ത് പോലും അവിടെ എത്തി വിശ്രമിക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നതിലുപരി കുറേ സമയം നമുക്ക് സ്വസ്ഥമായി മനസ്സിനെ ശാന്തമാക്കി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും. കാരണം പുറത്തുനിന്നുള്ള മറ്റ് ശബ്ദങ്ങളൊന്നുമില്ല. വളരെ ശാന്തമായ അന്തരീക്ഷം, നല്ല കാലാവസ്ഥ, നല്ല കുളിർമയുള്ള കാറ്റ്, വെളുപ്പിനെ എന്നൊക്കെ പറഞ്ഞാൽ നല്ല മഞ്ഞും തണുപ്പുമായിരിക്കും. പിന്നെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, വലിയ മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അതുപോലെ കാറ്റും കുളമൊക്കെ വരുന്ന സമയത്ത് ഇറങ്ങേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് നല്ല സുന്ദരമായ കാലാവസ്ഥയാണ്. പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണത്. ഇവിടേക്ക് എത്തണമെങ്കിൽ കോട്ടയത്ത് നിന്ന് മണർകാട് വഴി ഉറവയ്ക്കൽ നിന്ന് കൂരോപ്പട വന്ന് കൂരോപ്പട കവലയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു പോയാൽ മതി. കോട്ടയം നിന്ന് 18 കിലോമീറ്റർ. അല്ലെ പാമ്പാടിയിൽ നിന്ന് വന്നിട്ട് പാമ്പാടിയിൽ നിന്ന് കൂരോപ്പടയ്ക്ക് വന്നിട്ട് കയറിയാലും. കൂരോപ്പട ടൗണിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രം ദൂരെയാണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാൽ കോട്ടയം ജില്ല, ആലപ്പുഴ ജില്ല, ഇടുക്കി ജില്ല മുക്കാ ഭാഗത്തോളം നമുക്ക് ഒരേ സമയം കാണാൻ സാധിക്കും. രാവിലെ സൂര്യോദയവും വൈകുന്നേരം സൂര്യാസ്തമനവും നല്ല രീതിയിൽ തന്നെ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ആലപ്പുഴയുടെ ലൈറ്റ് ഹൗസ്, കോട്ടയം ടൗണിൻ്റെ കളക്ടറേറ്റ് ഭാഗങ്ങൾ, പിന്നെ ഇടുക്കിയുടെ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഇവിടെ നല്ല രീതിയിൽ വീക്ഷിക്കാൻ സാധിക്കും. രാവിലെ ആണെങ്കിൽ നല്ല അന്തരീക്ഷമാണ്, കോടമഞ്ഞ് ആയിരിക്കും വീക്ഷിക്കാൻ സാധിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ആണെങ്കിലും അതുപോലെ തന്നെ
തന്നെ നല്ല തണുത്ത കാറ്റ് കൊണ്ട് നമുക്കൊരു എത്ര മിനിറ്റ് കൊണ്ട് ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നതാണ്. മഴയും കാറ്റും ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങോട്ട് നിൽക്കാൻ പറ്റാത്ത സമയമായിരിക്കും. കാരണം അതുപോലെ ഉയർന്ന പ്രദേശമായതിനാൽ കാറ്റടിച്ച് നമുക്കിവിടെ നിൽക്കാനേ സാധിക്കാത്തൊരു ആണ് ഉള്ളത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക അനുഭവമാണ് ഈ ക്ഷേത്ര പരിസരത്ത് നിൽക്കുമ്പോൾ ലഭിക്കുന്നത്. കോട്ടയം ജില്ലയിലെ കൂരോപ്പടയിലാണ് മാതൃമല എന്ന സുന്ദരമായ ഈ ക്ഷേത്രമുള്ളത്. ഇടുക്കി ജില്ലയും കോട്ടയം ജില്ലയും ആലപ്പുഴ ജില്ലയും ഈ ക്ഷേത്ര പരിസരത്തെത്തിയാൽ ഒരേ സമയം കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ ഭാഗത്ത് ആലപ്പുഴ ജില്ലയാണ് കാണുന്നത്. സൂര്യോദയവും സൂര്യാസ്തമയവും ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറെ മനോഹരമായ ഒരു കാഴ്ചയാണ്. കോട്ടയം ജില്ലയിലെ കൂരോപ്പടയിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ താഴെ മാത്രമാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള ദൂരം. മാതൃമല എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ഈ ഒരു ക്ഷേത്ര പരിസരത്തേക്ക് എത്തിയാൽ ഏവർക്കും അതൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും. കോട്ടയം കൂരോപ്പടയിൽ നിന്നും അരുൺ മലയിൽ നിന്നും വിവേക് ജി വിനോദിനുമൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.